തോൽക്കാൻ മനസ്സില്ലാത്തവർക്ക് വിധി എന്നും വഴിമാറിക്കൊടുത്തിട്ടേയുള്ളൂ. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ, എന്തുകൊണ്ടാണ് എനിക്കു മാത്രം എല്ലാം തടസ്സപ്പെടുന്നത് എന്ന്? രാത്രിയുടെ കടുപ്പമേറിയ ഇരുട്ടിൽ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുമ്പോൾ, ശ്വാസം മുട്ടിക്കുന്ന പ്രതിസന്ധികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ ഒന്നോർക്കുക, ആകാശത്തെ നക്ഷത്രങ്ങൾ പോലും ഏറ്റവും തിളങ്ങുന്നത് ഇരുട്ടിന്റെ ആഴം കൂടുമ്പോഴാണ്. നമസ്കാരം, ആസ്ട്രോ ടോക്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറുമൊരു രാശിഫലത്തെക്കുറിച്ചല്ല, നിങ്ങളുടെ ഉള്ളിലെ തളരാത്ത ആ പോരാളിയെക്കുറിച്ചാണ്. വിധി നിങ്ങളെ എവിടെ തളച്ചിടാൻ നോക്കിയാലും നക്ഷത്രങ്ങളുടെ പിന്തുണയോടെ എങ്ങനെ ആ പ്രതിബന്ധങ്ങളെ തകർത്തെറിയാമെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും വിജയത്തിനുമിടയിൽ നിൽക്കുന്ന ആ തടസ്സങ്ങൾ മാറ്റാൻ സമയമായിരിക്കുന്നു. പ്രപഞ്ചം നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്ന ആ വലിയ മാറ്റം എന്താണെന്നറിയാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. കാരണം ഇത് നിങ്ങളുടെ ജീവിതം മാറിമറിയാൻ പോകുന്ന നിമിഷങ്ങളുടെ തുടക്കമാകാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് പ്രാർത്ഥനകൾക്കും പൂജകൾക്കായി നിങ്ങളുടെ നക്ഷത്രത്തോടൊപ്പം പേര് കൂടി കമന്റിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓർക്കുക, ഇതൊരു പൊതുവായ പ്രവചനമാണ്. വ്യക്തിപരമായ ജാതകത്തിലെ ദശാസന്ധികളും ഗ്രഹസ്ഥിതിയും അനുസരിച്ച് ഫലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരാം. അതിനാൽ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ജാതകം കൂടി പരിശോധിപ്പിക്കുന്നത് ഉചിതമായിരിക്കും. ആയതിനാൽ ഞങ്ങളുമായി ബന്ധപ്പെടാൻ താഴെ നൽകിയിരിക്കുന്ന ഫേസ്ബുക്ക് പേജ് വഴി നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാവുന്നതാണ്. ആരംഭിക്കാം. 2026 മെയ് മാസത്തെ പൂരാടം നക്ഷത്രക്കാരുടെ ഫലപ്രവചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പൂരാടം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകൾ ഈ കാലഘട്ടത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും ആഴത്തിലുള്ള ഒരു ആമുഖം അനിവാര്യമാണ്. നക്ഷത്രചക്രത്തിലെ 20ാമത്തെ നക്ഷത്രമായ പൂരാടം ധനുരാശിയിൽ ഉൾപ്പെടുന്നു. ശുക്രൻ അധിപനായ ഈ നക്ഷത്രത്തിന് വ്യാഴത്തിന്റെ രാശ്യാധിപത്യം കൂടിയുള്ളതിനാൽ ഭൗതിക സുഖങ്ങളും ആത്മീയമായ ഔന്നത്യവും ഒരേപോലെ ആഗ്രഹിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. അപരാജിതർ അഥവാ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവർ എന്നൊരു വിശേഷണം പൂരാടം നക്ഷത്രക്കാർക്കുണ്ട്. ഈ ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവുമാണ് 2026 മെയ് മാസത്തിലെ നിങ്ങളുടെ യാത്രയുടെ ദിശ നിർണ്ണയിക്കുന്നത്. 2026 എന്ന വർഷം ആഗോളതലത്തിലും വ്യക്തിഗത തലത്തിലും വലിയ മാറ്റങ്ങളുടേതാണ്. മെയ് മാസമാകുമ്പോഴേക്കും വർഷത്തിന്റെ ഏകദേശം പകുതിയോളം അടുക്കുന്ന സമയമായിരിക്കും. ഈ സമയത്ത് പൂരാടം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കേണ്ട ഒരു സന്ധിയിലാണ് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസികമായ സംഘർഷങ്ങൾക്കോ അല്ലെങ്കിൽ സാമ്പത്തികമായ അനിശ്ചിതത്വത്തിനോ ഒരു വ്യക്തത ലഭിക്കുന്ന മാസമായിരിക്കും ഇത്. ഗ്രഹനിലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ലെങ്കിലും പ്രകൃതിയുടെ ഊർജ്ജപ്രവാഹം ഈ മാസം നിങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളെ ഒരേപോലെ സമ്മാനിക്കുന്നുണ്ട്. പൂരാടം നക്ഷത്രക്കാർ പൊതുവെ ലക്ഷ്യബോധമുള്ളവരും ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ടു പോകുന്നവരുമാണ്. അതിനാൽ 2026 മെയ് മാസത്തിൽ നിങ്ങളുടെ ഈ ഗുണം ചിലപ്പോൾ ഒരു വെല്ലുവിളിയായി മാറിയേക്കാം. അമിതമായ ആത്മവിശ്വാസം പലപ്പോഴും അബദ്ധങ്ങളിൽ ചെന്ന് ചാടിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ മാസത്തിന്റെ തുടക്കം മുതൽക്കേ ക്ഷമ എന്ന മന്ത്രം കൂടെ കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. ജലതത്വമുള്ള നക്ഷത്രമായതിനാൽ നിങ്ങളുടെ വികാരങ്ങൾ വേഗത്തിൽ അണപൊട്ടിയൊഴുകാൻ സാധ്യതയുണ്ട്. ഇത് തൊഴിലിടങ്ങളിലും കുടുംബത്തിലും ഒരേപോലെ പ്രതിഫലിക്കും. ഈ മാസത്തിൽ നിങ്ങളുടെ ഊർജ്ജത്തെ കൃത്യമായ വഴിതിരിച്ചുവിട്ടാൽ കരിയറിലും വ്യക്തിജീവിതത്തിലും അവിസ്മരണീയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. സാമൂഹികമായി നോക്കിയാൽ നിങ്ങൾ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മാസമാണിത്. നിങ്ങളുടെ വാക്കുകൾക്ക് മൂല്യം വർദ്ധിക്കും. എന്നാൽ ഈ പ്രശസ്തിക്കൊപ്പം തന്നെ അസൂയാലുക്കളുടെ ശല്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പരോക്ഷമായ എതിർപ്പുകളെ നേരിടേണ്ടി വരുമെങ്കിലും നിങ്ങളുടെ സത്യസന്ധതയും കഠിനാധ്വാനവും നിങ്ങളെ രക്ഷിക്കും. 2026 മെയ് മാസം പൂരാടം നക്ഷത്രക്കാർക്ക് ഒരു പുനർചിന്തനത്തിന്റെ കാലം കൂടിയാണ്. ഇതുവരെ സഞ്ചരിച്ച വഴി ശരിയാണോ എന്നും ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നും ചിന്തിക്കാൻ ഈ മാസം നിങ്ങൾക്ക് അവസരമൊരുക്കും. മെയ് മാസത്തെ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നാം പ്രധാനമായും ശ്രദ്ധിക്കുന്നത് പൂരാടം നക്ഷത്രക്കാരുടെ കർമ്മമണ്ഡലത്തിലെ മാറ്റങ്ങൾ, സാമ്പത്തിക ഭദ്രത, കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളത, ആരോഗ്യപരമായ മുൻകരുതലുകൾ എന്നിവയാണ്. പൂരാടം നക്ഷത്രക്കാരുടെ ജന്മസിദ്ധമായ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ മെയ് മാസത്തിൽ സംജാതമാകും. വിദേശയാത്രകൾക്കോ പുതിയ വീട് വാങ്ങുന്നതിനോ
അല്ലെങ്കിൽ വലിയൊരു കരിയർ ഷിഫ്റ്റിനോ തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം ഒരു തട്ടകമായി മാറും. എങ്കിലും ഓരോ കാര്യങ്ങളിലും ഒരു ബാലൻസിംഗ് നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കണം. അമിതമായ ആവേശം ഒഴിവാക്കി ഓരോ ചുവടും ശ്രദ്ധാപൂർവം വെച്ചാൽ 2026 മെയ് മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാസങ്ങളിലൊന്നാക്കി മാറ്റാൻ സാധിക്കും. ഈ ആമുഖത്തിൽ നിന്ന് വ്യക്തമാകുന്നതുപോലെ വരാനിരിക്കുന്ന 31 ദിവസങ്ങൾ നിങ്ങൾക്ക് കേവലം ഒരു കലണ്ടർ മാറ്റം എന്നതിലുപരി നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം അനുഭവിക്കാനും ഭാവിയിലേക്കുള്ള വിത്തുകൾ പാകാനുമുള്ള സുവർണ അവസരമാണ് നൽകുന്നത്. ഇനി ഓരോ മേഖലയിലുമുള്ള വിശദമായ ഫലങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഗൗരവകരമായ സമീപനവും കൃത്യമായ ആസൂത്രണവുമുണ്ടെങ്കിൽ ഈ മാസത്തെ പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയക്കൊടി പാറിക്കാൻ പൂരാടം നക്ഷത്രക്കാർക്ക് സാധിക്കുമെന്നതിൽ തർക്കമില്ല. കരിയർ, തൊഴിൽ. 2026 മെയ് മാസം നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങളുടെ തുടക്കമാകാം. വ്യാഴത്തിന്റെ അനുകൂലമായ ഭാവം നിങ്ങളുടെ കരിയറിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കും. പുതിയ ജോലി അന്വേഷിക്കുന്ന പൂരാടം നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയോടെ അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലോ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം വഴിത്തിരിവാകും. IT, മീഡിയ, അധ്യാപനം, മാർക്കറ്റിംഗ് എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സഹപ്രവർത്തകരിൽ നിന്നുള്ള പിന്തുണ ലഭിക്കുമെങ്കിലും ചില മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നിങ്ങളുടെ പ്രതിച്ഛായ നിലനിർത്താൻ സഹായിക്കും. കഴിഞ്ഞ കുറേ കാലമായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രൊമോഷൻ അല്ലെങ്കിൽ ശമ്പള വർധനവ് എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കും. പൂർണ്ണമായ ഫലം ഉടൻ ലഭിച്ചില്ലെങ്കിലും അതിലേക്കുള്ള ശുഭസൂചനകൾ ഈ മാസം ലഭിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം മികച്ച ലാഭം പ്രതീക്ഷിക്കാം. പുതിയ പങ്കാളിത്ത കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും. എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ കൃത്യമായ രേഖകൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. റിയൽ എസ്റ്റേറ്റ്, വാഹന വ്യാപാരം, വസ്ത്രവ്യാപാരം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാനാകും. സാമ്പത്തിക കാര്യങ്ങളിൽ പൂരാടം നക്ഷത്രക്കാർക്ക് ഈ മാസം മിതമായ ഫലങ്ങളാണ് ലഭിക്കുക. വരുമാനം വർദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള ചെലവുകളും വന്നുചേരാം. ഒന്നിലധികം മാർഗങ്ങളിലൂടെ പണം കൈവശം വന്നുചേരാൻ സാധ്യതയുണ്ട്. മുൻപ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം ലഭിക്കാൻ ഈ മാസം അനുകൂലമാണ്. വീട് പുതുക്കിപ്പണിയുന്നതിനോ അല്ലെങ്കിൽ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വേണ്ടി ഗണ്യമായ തുക ചെലവഴിക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനായി പണം ചെലവഴിക്കുമ്പോൾ നിയന്ത്രണം പാലിക്കുക. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ ഭാഗ്യപരീക്ഷണത്തിന് ഈ മാസം അത്ര അനുകൂലമല്ല. ദീർഘകാല നിക്ഷേപങ്ങൾ നടത്തുന്നതാണ് ഉചിതം. മറ്റൊരാൾക്ക് പണം കടം കൊടുക്കുമ്പോൾ തിരികെ ലഭിക്കാനുള്ള സാധ്യത കുറവായതിനാൽ ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുക. പഴയ കടങ്ങൾ വീട്ടിക്കൊടുക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. കുടുംബം, ദാമ്പത്യം. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന മാസമായിരിക്കും ഇത്. എങ്കിലും ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. പങ്കാളിയുമായി നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങൾ മാറി സ്നേഹവും ഐക്യവും വർദ്ധിക്കും. ഒരുമിച്ച് യാത്രകൾ പോകാനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ സാധ്യതയുണ്ട്. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. പ്രണയബന്ധങ്ങളിൽ ഊഷ്മളതയുണ്ടാകും. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുകൂലമായ മറുപടികൾ ലഭിക്കും. വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം ഉറപ്പിക്കാൻ സാധിക്കുന്ന സമയമാണിത്. മാതാപിതാക്കളുടെ അനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും കൂടെയുണ്ടാകും. സഹോദരങ്ങളുമായി സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഈ മാസം രമ്യമായി പരിഹരിക്കപ്പെടും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ കരിയറിലോ ഉണ്ടായ പുരോഗതി കുടുംബത്തിൽ സന്തോഷം കൊണ്ടുവരും. സുഹൃത്തുക്കളോടൊപ്പമുള്ള ഒത്തുചേരലുകൾ മാനസിക ഉന്മേഷം നൽകും. പഴയ സുഹൃത്തുക്കളെ കാണാൻ അവസരം ലഭിക്കും. ആരോഗ്യം. പൂരാടം നക്ഷത്രക്കാർ ഈ മാസം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അല്പം ജാഗ്രത പാലിക്കണം. ജോലിയുടെ അമിതഭാരം മാനസികമായും ശാരീരികമായും നിങ്ങളെ തളർത്തിയേക്കാം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഉദരരോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. നടുവേദനയോ സന്ധിവേദനയോ അനുഭവപ്പെടുന്നവർക്ക് അത് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ വ്യായാമം ശീലമാക്കുക. അനാവശ്യമായ ചിന്തകൾ നിങ്ങളുടെ ഉറക്കം കെടുത്താൻ സാധ്യതയുണ്ട്. ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ആകുലതകൾ മാറ്റിവെച്ച് വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും.
രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അമിത വേഗത പാടില്ല. വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച ഫലം പ്രതീക്ഷിക്കാം. ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരത്തോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങും. എങ്കിലും ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ളതിനാൽ പഠനത്തിന് കൃത്യമായ ടൈം ടേബിൾ തയ്യാറാക്കി മുന്നോട്ടു പോകുക. പരിഹാരങ്ങൾ: ഈ മാസത്തെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരാൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയുന്നതാണെന്ന് ഉറപ്പുവരുത്തുക. ജാമ്യം നിൽക്കുന്നത് ഈ മാസം ഒഴിവാക്കുക. പെട്ടെന്നുള്ള ദേഷ്യം നിങ്ങളുടെ ബന്ധങ്ങളെ ബാധിച്ചേക്കാം. സംയമനം പാലിക്കുക. വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനു മുൻപ് വീട്ടിലെ മുതിർന്നവരുമായോ സാമ്പത്തിക വിദഗ്ധരുമായോ ആലോചിക്കുക. പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുമ്പോൾ 2 തവണ വായിച്ച് ഉറപ്പുവരുത്തുക. ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ്. പൂരാടം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനായതിനാൽ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുകയും ലളിതാ സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക ഐശ്വര്യത്തിന് ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ദർശിക്കുകയും നീരാജനം വഴിപാട് നടത്തുകയും ചെയ്യുന്നത് കണ്ടകശനി ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കോ പഠനോപകരണങ്ങൾ ദാനം ചെയ്യുന്നത് കരിയറിലെ തടസ്സങ്ങൾ മാറ്റാൻ സഹായിക്കും. ദിവസവും ഓം നമോ നാരായണായ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും ഊർജവും നൽകും. 2026 മെയ് മാസം പൂരാടം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് മികച്ച മുന്നേറ്റങ്ങൾ നൽകുമെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളിൽ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിവരും. ക്ഷമയോടെയും വിവേകത്തോടെയും പ്രവർത്തിച്ചാൽ ഈ മാസത്തെ പല പ്രതിസന്ധികളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും. മാസത്തിന്റെ ആദ്യ പകുതിയേക്കാൾ 2ാം പകുതി കൂടുതൽ ഗുണകരമായി അനുഭവപ്പെടും. സർക്കാർ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകാം. ദീർഘദൂര യാത്രകൾ ഫലപ്രദമാകും. പൊതുവെ നോക്കിയാൽ കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്ന മാസമായിരിക്കുമിത്. നക്ഷത്രങ്ങൾ വഴി കാണിച്ചു തരും, പക്ഷേ ആ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടത് നിങ്ങളാണ്. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങൾ തന്നെയാണ്. വിധി എഴുതപ്പെട്ടതാണെന്ന് വിശ്വസിച്ച് വെറുതെ ഇരിക്കരുത്. മറിച്ച് കർമ്മം കൊണ്ട് ആ വിധിയെപ്പോലും മാറ്റിയെഴുതാൻ നമുക്ക് സാധിക്കണം. ഈ മാസം വെല്ലുവിളികളുണ്ടാകാം, പക്ഷേ അവയൊന്നും നിങ്ങളിലെ പോരാളിയേക്കാൾ വലുതല്ല. ആത്മവിശ്വാസത്തോടെ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുക. പ്രപഞ്ചം കൂടെയുണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഇത് പങ്കുവയ്ക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും എനിക്ക് നൽകുന്ന പ്രചോദനം ചെറുതല്ല. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായി ആസ്ട്രോ ടോക്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നക്ഷത്ര വിശേഷവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.